ഞാൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഷെർണാൻഡി ഒന്ന് വിളിച്ചപ്പോഴാ ഞാൻ എണീറ്റ്. അങ്ങനെ രാവിലെ മലേഷ്യ തായ്ലാന്റ് ബോർഡറായ ബുക്കിറ്റ് കായും ഹിട്ടാമിൽ ഞങ്ങൾ എത്തി. സമയം രാവിലെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ബസ്സിൽ വന്ന എല്ലാവരുടെയും പാസ്പോർട്ട് മേടിച്ചിട്ട് എന്തോ ഒരു ക്ലിയറൻസ് പരിപാടി ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കും അതെന്താന്ന് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. അങ്ങനെ ഇവിടുത്തെ ഒരു മണി എക്സ്ചേഞ്ചിൽ നിന്ന് കുറച്ച് റിങ്കറ്റ് ബാത്തിലോട്ട് മാറ്റി. അങ്ങനെ ഒരു കോഫിയും മേടിച്ചു കുടിച്ചിട്ട് തിരിച്ച് ബസ്സിലോട്ട് പോവാ. അങ്ങനെ ബസ്സിൽ തിരിച്ചു വന്നപ്പം ഡോക്യുമെന്റേഷൻ എല്ലാം കഴിഞ്ഞ പാസ്പോർട്ട് തിരിച്ചു തന്നു. മലേഷ്യൻ ഇമിഗ്രേഷൻ എത്താൻ എന്തായാലും ഇനി ഒരു ഹാഫ് ആൻ അവർ എടുക്കും. ഈ കാണുന്ന വണ്ടിയെല്ലാം മലേഷ്യ തായ്ലാന്റിലോട്ട് പോകുന്നേ. അങ്ങനെ മലേഷ്യൻ എമിഗ്രേഷൻ എത്തി. എമിഗ്രേഷന് നല്ലൊരു വലിയ ക്യൂ തന്നെയാ കാണുന്നേ. അങ്ങനെ ക്യൂ നിന്ന് എമിഗ്രേഷനിൽ അടുത്തോട്ട് എത്താറായി. ഇതിന് ഒരു 6 മാസം മുമ്പേ തായ്ലാന്റിൽ പോയതിന്റെ ഒരു വിസയാണ്. പക്ഷെ അന്ന് വിസ ഓൺ അറൈവൽ ആണെങ്കിലും വിസ ഫ്രീ അല്ലായിരുന്നു. ഇന്നിപ്പം ഇന്ത്യൻസിന് ഫ്രീ വിസയാണ്. അങ്ങനെ മലേഷ്യൻ എമിഗ്രേഷൻ കഴിഞ്ഞ് വരുന്നതിന്റെ സന്തോഷത്താ കാണുന്നത്. നമ്മുടെ എമിഗ്രേഷൻ കഴിഞ്ഞ് വന്നപ്പോഴേ ബസ് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞു. ഇനിതാ തായ്ലൻഡ് എമിഗ്രേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ തായ്ലൻഡ് എമിഗ്രേഷൻ എത്തി. സഡാവോ ബോർഡർ ചെക്ക് പോയിന്റിലാണ് ഞങ്ങൾ വന്നത്. എമിഗ്രേഷന് ഇവിടെയും നല്ലൊരു വലിയ ക്യൂ ഉണ്ട് കേട്ടോ. എന്തായാലും ഇന്ത്യൻസിന് വിസ ഫ്രീ ആയിരുന്നെങ്കിലും ഓഫീസിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് കുറച്ച് എക്സ്ട്രാ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. എന്തായാലും വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. വെൽക്കം ടു സൊങ്ക്ല എന്ന് പറഞ്ഞ ബോർഡും കണ്ടു. സദേൺ തായ്ലാൻഡിലെ സ്റ്റേറ്റ് ആണ് സൊങ്ക്ല. സൊങ്ക്ലയിലെ ഒരു ഡിസ്ട്രിക്ട് ആണ് ഹട്നായ്. മലേഷ്യൻ ഇമിഗ്രേഷനിൽ എത്തിയപ്പം മണി 10 ആയിരുന്നു. അവിടെ നിന്ന് എമിഗ്രേഷൻ പ്രോസസ് എല്ലാം കഴിഞ്ഞ് തായ്ലാൻഡിൽ എൻ്റർ ആവാൻ ഏകദേശം 1 മണിക്കൂർ എടുത്തു. ഞങ്ങൾ തായ്ലാൻഡിൽ എത്തിയപ്പോഴും മണി 10 ആവുന്നേ ഉള്ളൂ. അത് കൊള്ളാലോ. വേറൊന്നല്ല കേട്ടോ, മലേഷ്യ തായ്ലാൻഡ് 1 അവർ ടൈം ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ ചെക്ക് പോയിന്റ് ഏകദേശം ഒരു 35 മിനിറ്റ്സ് അബോ ട്രാവൽ ഉണ്ടായിരുന്നു കേട്ടോ ഹട്നായ് സെൻട്രലോട്ട് വരാനായിട്ട്. അങ്ങനെ ഹട്നായിൽ ഞങ്ങൾ എത്തി. അങ്ങനെ തായ്ലാൻഡ് മാത്രം ഒരു മെയിൻ സംഭവമാണ് ടുക് ടുക്. ഈ ചേട്ടൻ ഒരു ടുക് ടുക് വണ്ടി ഓടുന്ന ആളാ. അങ്ങനെ ഈ ചേട്ടൻ്റെ അടുത്ത് ഹോട്ടൽ വരെ ടുക് ടുക്കിൽ വിടാനായിട്ട് ടുക് വണ്ടിയിൽ ഞങ്ങൾ എല്ലാരും കയറി. വോളിയായിരുന്നു കേട്ടോ ടുക് ടുക്കിൽ ആ ചേട്ടൻ പാട്ട് വെച്ചത്. തായ്ലാൻഡിലെ ഏതോ പാട്ടാണെന്ന് അറിയാം, പക്ഷെ നല്ല വൈബായിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്താ പോയത്. ചേട്ടൻ ഞങ്ങൾ ഹോട്ടൽ പറഞ്ഞു കൊടുത്തു. പക്ഷെ ചേട്ടൻ ആദ്യം കൊണ്ടുപോയത് കറക്റ്റ് ഹോട്ടലിലല്ലായിരുന്നു. അവിടെ വണ്ടി നിർത്തിയപ്പോ ഞാൻ ഫ്രണ്ടിൽ പോയിട്ട് പറഞ്ഞു, ചേട്ടാ പാട്ടിന്റെ വോളി ഇച്ചിരി ഒന്ന് കുറയ്ക്കണേ. അങ്ങനെ ഞങ്ങളുടെ റൂമിലെത്തി. ഇനി ഫ്രഷ് ആയിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട് പോവാൻ. 4 ദിവസത്തേക്ക് ഒരു കാർ ഞങ്ങൾ റെന്റിനെടുത്തായിരുന്നു. റെന്റൽ കാറിന്റെ ആൾക്കാര് ഹോട്ടലിൽ തന്നെ കാർ കൊണ്ടുവന്ന് തന്നു. അപ്പൊ അതാ ഫുഡ് കഴിക്കാനായിട്ട് പോവാ. ഇതാണ് തായ്ലാൻഡ് ലോട്ടറി കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയപ്പം കാർ വർക്ക് ചെയ്യാനായിട്ട് ഒരു കടയുടെ ഫ്രണ്ടിൽ ഇട്ടു. അപ്പൊ ആ കടയിൽ ഒരു അപ്പനും അമ്മമ്മയും കുറച്ച് സ്നാക്ക് പോലത്തെ സാധനങ്ങൾ വിൽക്കുക. ഇതിന് കുവയെന്ന് എന്തോ ആണ് പറയുന്നത്. എല്ലാരും എന്താ മെനു ഒക്കെ നോക്കുക. അങ്ങനെ എന്തായാലും ഒരു ഫിഷ് ഓർഡർ ചെയ്തു. പിന്നെ സീ ഫുഡ് ടൊമിയാമോ ഓർഡർ ചെയ്തു. കൂടെ കുറച്ച് റൈസും. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫുഡൊക്കെ. അങ്ങനെ റൂമിലോട്ട് വന്നിട്ട് കുറച്ചേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഈവനിങ് ഞങ്ങൾ കറങ്ങാനായിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഈവനിങ് ഒരു നൈറ്റ് ബസാറിലോട്ട് വന്നു. ഇവിടെയാണെങ്കിലോ ഡ്രസ്സിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. അത്ര ചീപ്പാണോ ചോദിച്ചാൽ ബാർഗെയിൻ ചെയ്ത് നമ്മൾ മേടിക്കണം. അത് നമ്മുടെ കഴിവ് പോലെ ഇരിക്കും. അങ്ങനെ ഇവിടെ എല്ലാരും ഓരോന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നു. എനിക്ക് ആക്ച്വലി ഷോപ്പിങ്ങിനോട് അത്ര വലിയ ക്രേസ് ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ നൈറ്റ് ബസാറിൽ നിന്ന് പർച്ചേസും പരിപാടി കഴിഞ്ഞിട്ട് ഹട്നായ് സെന്ററിലോട്ട് ഞങ്ങൾ പോവാം. ഹട്നായ് സെന്ററിലെ സൊങ്ക്രാൻ ഫെസ്റ്റിവലിന്റെ ആഘോഷമായി കാണുന്നത്. ഹട്നായ് സെന്ററിൽ എന്താ തിരക്ക്. മെയിൻ സെന്റർ ആയതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക്. ഇവിടെ ഫുൾ മസാജ് ഷോപ്സാ മെയിൻലി. പിന്നെ സ്ട്രീറ്റ് ഫുഡ്സും കുറെ ഉണ്ട്. ഇവരുടെ കൂടെ ആൾക്കാർ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇവരെന്തോ ടിക്കറ്റ് സെല് ചെയ്യുന്നുണ്ട്. അത് ഏതോ ഒരു ഷോയുടെ. അങ്ങനെ ഹട്നായ് സെന്റർ കറങ്ങിയിട്ട് ഞങ്ങളിതാ തിരിച്ച് റൂമിലോട്ട് പോവാ. അങ്ങനെ ഇന്നൊരു വലിയ യാത്ര കഴിഞ്ഞു. ഇനി ബാക്കി യാത്രകളും ബാക്കി വിശേഷങ്ങളും നാളെ കാണാം. ബൈ ബൈ. So we are waiting for the food. ഞാൻ macaroni ആണ് ഓർഡർ ചെയ്തത്. She ordered 7-Eleven. So 7-Eleven ഞങ്ങൾ എല്ലാം വാങ്ങി ഹീറ്റ് ചെയ്ത് ഫുഡ്. So now we are going to the. പിന്നെന്താണ് വാങ്ങിയത് ആ ഡ്രിങ്കിന്റെ പേര്? Soju. We are having a good sleep and tomorrow we are going to floating market.